ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പ് നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ബ്രേക്ക് ചെയ്തത് റിപ്പബ്ലിക്കാണ്. പിന്നെ നമ്മൾ ആ വാർത്ത ഏറ്റെടുത്തു. മലയാളത്തിൽ നമ്മൾ ആ വാർത്ത വലിയ ചർച്ചയാക്കി മാറ്റി. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലടക്കം അത് ചർച്ച ചെയ്തു. അതായത് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ജേർണലിസ്റ്റുകൾക്ക് ഫണ്ട് വരുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ആ US എയ്ഡിന്റെ പേരിൽ ജേർണലിസ്റ്റുകൾക്ക് ഫണ്ട് വരുന്നു. അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമമാണ് അതിന് ദക്ഷിണേന്ത്യയിൽ ചൂട്ടുപിടിച്ചത്. അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ്. അതിന്റെ വരും വിശദാംശങ്ങൾ വഴിയെ പറയാം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ്. നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം. 2 ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ട്രംപിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവർക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാനാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയ ശേഷം ഇത് ചർച്ചയായിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി $21 മില്യൺ അമേരിക്കൻ ഫണ്ടായിട്ട് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ ഫണ്ട് ഡോഡ്ജ് എന്ന് പറയുന്ന വകുപ്പിന്റെ DOGE എന്ന് പറയുന്ന വകുപ്പിന്റെ തീരുമാനത്തെ തടഞ്ഞു വെക്കാനുള്ള ഡോഗ് എന്ന വകുപ്പിന്റെ തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നു. ഈ മാധ്യമങ്ങൾ ആ ഫണ്ട് വാങ്ങിച്ച് നക്കുന്നു. ആ നക്കി കഴിഞ്ഞ ശേഷം ഇവന്മാർക്ക് മദ്യം, മദിരാശി അങ്ങനെയുള്ള സകല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. പോരാത്തതിന് നമ്മുടെ സംസ്കാരങ്ങൾക്കൊക്കെ എതിരെയുള്ള പ്രൊപ്പഗാൻഡകൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. ഇന്ത്യൻ സർക്കാരിനെതിരെയുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്താനായിട്ട് പറയുന്നു. നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവർ നടത്താനായിട്ട് പറയുന്നു. അമേരിക്കൻ ബോസസ് കൊടുക്കുന്ന ഈ എല്ലിൻ കഷ്ണം വാങ്ങിച്ച് അതും കടിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് അജണ്ടകൾ ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെയൊക്കെ ഉയർച്ച എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ എന്തായാലും എടുത്തു പറയണം. എന്നിട്ട് വലതുപക്ഷ മാധ്യമങ്ങളെ ആ സമയത്ത് ഇവർ വളരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു. അവരുടെ റീച്ച് കുറച്ചിടാനായിട്ട് യൂട്യൂബ് കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ട്രംപ് വന്ന ശേഷം അമേരിക്കയിൽ നിന്നുള്ള ഫണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. US എയ്ഡ് അല്ല വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CIA അമേരിക്കയുടെ ചാര സംഘടനയുടെ ഫണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അവലോകനം. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ട്രംപ് കൂടിക്കാഴ്ച നടന്നപ്പോൾ ഇത് ചർച്ചയായിട്ടുണ്ട്. അന്വേഷണം തുടങ്ങും ഉടനെ തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ വരെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വളരെ വലുതായിട്ടെന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് വാർത്ത അടിക്കുന്നുണ്ട്. ഇങ്ങനെ ട്രംപിനെതിരെയൊന്നും ഇത്ര അഗ്രസീവായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത അടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് ട്രംപിനോട് എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇല്ലേ? ഇപ്പൊ ട്രംപ് അവിടെ നിന്ന് ആൾക്കാരെ വിലങ്ങ് വെച്ചിങ്ങ് കൊണ്ടുവന്നാലും നരേന്ദ്രമോദിയുടെ നെഞ്ചത്തോട്ട് കയറും. ട്രംപ് എന്തെങ്കിലും പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറും. അങ്ങനെ പറയുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഇപ്പൊ ട്രംപിനെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കാനായിട്ട് അവർ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള സകല മീഡിയാസും ശ്രദ്ധിക്കുമ്പോഴും അവിടെ എല്ലാം ട്രംപിനെതിരെ ട്രംപ് അങ്ങനെ പറയുന്നു, ട്രംപ് ഇങ്ങനെ പറയുന്നു. ട്രംപിനെ ഒരു മോശക്കാരനായിട്ട് പോർട്രേ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ മോശക്കാരനായിട്ട് ട്രംപിനെ പോർട്രേ ചെയ്താൽ സത്യമല്ലാതാകുമോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഫണ്ട് 21 കോടി രൂപ ഇന്ത്യയിലേക്ക് ലഭിക്കുമ്പോൾ മോദി കണ്ണടച്ചിരിക്കുകയായിരുന്നു. അതായത് മോദിയാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. അതുകൊണ്ടാണ് നേരത്തെ ചോദിക്കുന്നത്. 21 കോടിയല്ല, 21 മില്യൺ, അതായത് ഏകദേശം 187 കോടി രൂപ ഇവിടെ ഇവർക്കെല്ലാം ലഭിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹമാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ലോകത്തിലെ 1-ാം നമ്പർ നേതാവ്, സർവശക്തൻ, സകല ലോക നേതാക്കളുമായിട്ടും വലിയ ചങ്ങാത്തമുള്ള വ്യക്തി. പുടിൻ പോലും നരേന്ദ്രമോദി വിളിച്ചാൽ ഏതുറക്കത്തിലും ഫോൺ എടുക്കുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉറങ്ങുകയായിരുന്നു. വെറും 186 കോടി രൂപ തടയാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം കുറ്റം നരേന്ദ്രമോദിയുടെ ഭാഗത്തല്ലേ? ഇപ്പോഴെങ്കിലും നിങ്ങൾ അത് സമ്മതിക്കും എന്നുള്ളൊരു ചോദ്യം വരും. അതിനുള്ളൊരു മറുപടി കൂടെ എനിക്ക് വേണം. ഇപ്പോ ഇത് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി $21 മില്യൺ അമേരിക്ക ഫണ്ട് തരുന്നതിന് ട്രംപ് പറഞ്ഞു അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കൊടുക്കണ്ട. ഡോഗ് വകുപ്പിന്റെ തീരുമാനത്തെ ട്രംപ് ന്യായീകരിച്ചു. ട്രംപ് അതിന് പറയുന്ന ഒരു കാരണമുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് എന്തിനാണ് ഇങ്ങനത്തെ സഹായം? കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ആ വാക്കുകൾ വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട സംഭവമാണ്. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പണക്കാരാവാൻ പോകുന്ന രാജ്യമാണ്. നമ്മൾ എന്തിനാണ് $21 മില്യൺ നൽകുന്നത്? അവർക്ക് പണമുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മളെന്നും. അവരുടെ താരിഫ് നോക്കും. അമേരിക്കയ്ക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത താരിഫാണ് അവർ കൊണ്ടുവരുന്നത്. ഇന്ത്യയോട് വളരെയധികം ബഹുമാനമുണ്ട്. എങ്കിലും വോട്ട് ചെയ്യാനായിട്ട് $21 മില്യൺ എന്തിനാണ് കൊടുക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ഫണ്ട് ജോ ബൈഡന്റെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്
ജനാധിപത്യം ശക്തിപ്പെടുത്താൻ, വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടാൻ, ജനങ്ങളെ വോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഉദ്ബോധിപ്പിക്കാനാണ്. ഇവിടെ മനുഷ്യന് ഇവിടെ ഉദ്ബോധനം കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഓരോ ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അറിയാലോ, കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. വിശേഷം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തത്. അതായത് നമ്മുടെ ഈ ഇലക്ഷൻ വരുമ്പോ ഈ കട്ടിലിൽ കിടക്കുന്ന അമ്മച്ചിമാരെ പോലും 4 കട്ടിലിന്റെ കാലം 4 പേര് തൂക്കി എടുത്തുകൊണ്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി അവരെ കൈ പിടിച്ച് കുത്തുന്ന ഒരു സെറ്റപ്പാണ് നമുക്കെല്ലാം ഇവിടെ ഉള്ളത്. ഞങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണ് ഈ ഫണ്ട് വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഫണ്ട് യഥാർത്ഥത്തിൽ അതിനല്ല വരുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ ഒരു ആക്രമണം കണ്ടിട്ട് ട്രംപിനെതിരെ ഇവർ ഭയന്നിട്ടുണ്ടോ? കാരണം നരേന്ദ്രമോദി ഉടനെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഈ വലതുപക്ഷ സർക്കിളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് USAID ഫണ്ടുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ഈ 2024 ഇലക്ഷന് ശേഷം അമിത്ഷായാണ് ആദ്യമായിട്ട് പറഞ്ഞത് വിദേശ ശക്തികളുടെ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, വിദേശ ശക്തികൾ ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ ഒന്നും ആദ്യമായിട്ടല്ല വരുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്തും ഇതേപോലെ അമേരിക്ക അവര് ഇതേ കണക്കുള്ള NGO-കൾ വഴി ആ ഭരണത്തെ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ വാർത്തയായി വന്നതാണ്. ഇന്ദിരാഗാന്ധി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നതുമാണ്. കാരണം ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു സ്ട്രോങ് ലീഡർ ഇന്ത്യയുടെ ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ ആ സമയത്ത്, അതിന് മുമ്പോ അതിന് ശേഷം നരേന്ദ്രമോദി വരുന്നവർ അത്രയും ഒരു സ്ട്രോങ് ആൾ വന്നിട്ടില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പോലെ കുറച്ച് തീരുമാനങ്ങൾ, അവരുടെ നിലപാടുകളോ തീരുമാനങ്ങൾ തെറ്റായിരിക്കാം, പക്ഷെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അയൺ ലേഡി ആയിരുന്നു. അപ്പൊ അവരെ തകർക്കുവാനും ആ ഭരണം മറച്ചിടുവാനും വേണ്ടിയിട്ട് വിദേശ ഫണ്ടുകളൊന്നും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തിലൂടെ തന്നെ അതിനെ അതിജീവിച്ച് വന്നു എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ നരേന്ദ്രമോദി തകർക്കുവാനും ഒരു ശ്രമം നടന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ അതിനെ നരേന്ദ്രമോദി അതിജീവിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് പറയാം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ USAID ഫണ്ട്, അതായത് ഡോഗ് ഫണ്ട്, ഡോഗ് ഫണ്ട് അവർ കൊടുക്കുന്നത് ഈ നമ്മുടെ രാജ്യത്തെ വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉത്സാഹഭരിതരാക്കുവാനും ഈ ജനാധിപത്യത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനുമാണെന്നാണ് പറയുന്നത്. അതിന് നൽകുന്ന തുക 182 കോടി ഇന്ത്യൻ റുപ്പീസാണ്. അതായത് $21 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം അത്രയും വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 182 കോടി വളരെ തമാശയായ കാര്യം. 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഈ കേരളത്തിലെ ഒരു ദേവസ്വം ബോർഡ് അമ്പലം, നല്ല അത്യാവശ്യമുള്ള ദേവസ്വം ബോർഡ് അമ്പലത്തിന്റെ വാർഷിക ബഡ്ജറ്റ് 300 കോടി 250 കോടിയുമാണ്. അവിടെയാണ് സായിപ്പ് കൊണ്ടുവന്നിട്ട് 140 കോടി ജനത്തിനെ ഇതാക്കിക്കൊണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഇത് മുടക്കിയത്. ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുകയാണ്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോകണം, നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് NGO-കൾ, വിവിധ NGO-കളും മാധ്യമങ്ങളും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. വോട്ടർമാർ വരണം, ഇങ്ങനെയൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. വളരെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ദേശീയ പാർട്ടി മുടക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യയിൽ. ഒരു തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിലെ ശരാശരി രാഷ്ട്രീയ പാർട്ടികൾ മുടക്കുന്നത് 24,000 കോടിയാണെന്നാണ് ഏകദേശ ഔദ്യോഗിക കണക്ക്. അത് 1 ലക്ഷം കോടിക്ക് മേളിൽ പോകുമെന്നാണ് അനൗദ്യോഗിക കണക്ക്, പ്രചരണത്തിനായിട്ട് മാത്രം. അതായത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തുന്നത്? ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അവരെ വോട്ട് ചെയ്യാനായി പ്രേരിപ്പിക്കുന്നതിനാണല്ലോ അവർ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്നത്, അവർ നോട്ടീസ് അടിക്കുന്നത്, അവർ പോസ്റ്റർ അടിക്കുന്നത്. അവിടെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജനാധിപത്യം പുഷ്ടിപ്പെടുത്താനായിട്ട് വോട്ടർമാരെ അതിന്റെ വോട്ടിങ്ങിലെ പങ്കാളിത്തം കൂട്ടാൻ വേണ്ടി ഈ 182 ഉണവ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഒരു ശരാശരി, കേരളത്തിലെ ഒരു ശരാശരി ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്, ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ വാർഷിക ബഡ്ജറ്റ് തുകയാകുന്നില്ല. അപ്പൊ ഇത് ഇന്ത്യക്ക് നൽകുന്ന തുകയല്ല, ഇത് ഇന്ത്യൻ ഗവൺമെന്റിന് നൽകുന്ന തുകയുമല്ല. ശബരിമലയിലെ അരവണ തൂക്കി വിറ്റാ കിട്ടും 182 കോടി കൂടുതൽ രൂപ. അല്ല, ഇവർ ഈ ഫണ്ടിന്റെ പേര് പറയുന്നത് വളരെ കറക്റ്റ് ആണ്, ഡോഗ് ഫണ്ട്. അത് കറക്റ്റ് ആണ് കേട്ടോ. അതായത് പട്ടികൾക്ക് കൊടുക്കുന്ന ഫണ്ടെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം, അവരുടെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ. അതുപോലെയാണ് ഈ ഫണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത് വാങ്ങിച്ച് നക്കിയ സകല മാധ്യമങ്ങളും ആയിരിക്കാം ഇപ്പോൾ എന്താണ് ഈ തലക്കെട്ട്. അതിപ്പം ദേശീയ മാധ്യമങ്ങളായാലും കേരള മാധ്യമങ്ങളായാലും തലക്കെട്ട് ഇന്ത്യക്ക് നൽകുന്ന ഫണ്ട് കട്ടാക്കി ട്രംപ്, ഇന്ത്യയോട് കലിപ്പിൽ ട്രംപ് എന്നൊക്കെയാണ്. ഇന്ത്യക്കല്ല ഈ ഫണ്ട് തരുന്നത്, കേന്ദ്രത്തിനല്ല ഈ ഫണ്ട് തരുന്നത്, രാജ്യത്തിനല്ല ഈ ഫണ്ട് തരുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തിന് ഈ 182 കോടി രൂപ അമേരിക്കയുടെ നിന്ന് മേടിച്ചിട്ട് നമ്മുടെ ജനാധിപത്യം പുഷ്ടിപ്പെടുത്തുന്ന ഒരു ഗതികേട് ഇന്നും വന്നിട്ടില്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വന്നിട്ടില്ല. അവരും അതിനെ അതിജീവിച്ചിരുന്നതാണ്. അപ്പോ ഇനി ഇതിലും വലിയ കൗതുകമായ വേറൊരു ഫണ്ട് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിന് കൊടുത്തിരുന്നു.
അവിടുത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി 29 മില്യൺ ഡോളർ ബംഗ്ലാദേശിന് നൽകിയിരുന്നു. ഇപ്പോഴേതായാലും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപടമൊക്കെ മാറി തിരിഞ്ഞ് നല്ല രീതിയിൽ അങ്ങ് സംരക്ഷിച്ച് പോവുകയാണല്ലോ. അവിടെ എന്തിനാണ് ഈ 29 മില്യൺ ഡോളർ അവർ വർഷം കൊടുത്തിരുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് വളരെ കൗതുകമാണ്. ഇനി നേപ്പാളിന് അവർ കൊടുത്തിട്ടുണ്ട്, അവിടെയും 21 മില്യൺ ഡോളർ അവിടെ. എന്തിനാണെന്നറിയാവോ? നേപ്പാളിന്റെ സാമ്പത്തിക സ്ഥിതി പുഷ്ടിപ്പെടുത്താൻ. കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ ചൈനയ്ക്ക് സ്വന്തം ഗ്രാമങ്ങൾ തീരെഴുതി കൊടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നേപ്പാൾ. അവരുടെ അതായത് എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനും ഭരണം തകിടം മറിക്കുവാനും വേണ്ടിയിട്ട് ഈ ഫണ്ട് എവിടെ പോയിരിക്കും? ഈ ഫണ്ട് മെയിനായിട്ട് എത്തിയിരിക്കുന്ന ഒന്ന് കോൺഗ്രസ് നേതാവ് സാം പിട്രോയുടെ NGO ആയ ഗ്ലോബൽ നോളജ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു NGOയ്ക്കാണ് ഇതിന്റെ ഫണ്ട് കൂടുതൽ എത്തിയിരിക്കുന്നത്. ഈ NGOകൾക്ക് ഇത് എത്തുന്നു. ഈ ഫണ്ട് എതുവഴിയൊക്കെയാണ് പോകുന്നത് നോക്കാം. മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഇത് പോകുന്നത്. ഈ ഫണ്ട് പോകുന്നത് പരിസ്ഥിതി സംഘടനകൾ. ഈ പരിസ്ഥിതി സംഘടനകളാണ് ഈ രാജ്യത്തിന്റെ വികസനം തടയുന്നത്. ഏതെങ്കിലും ഒരിടത്ത് അണക്കെട്ടോ ഇല്ല ആണവ നിലയങ്ങളോ വെള്ളത്തിന് ഒരു ചെറിയ ചെക്കിട എങ്കിലും നടക്കുമ്പോൾ ആ വിവിധ സംഘടനകൾ വരുന്നു, അതിനെ തടയുന്നു. ഈ വിഴിഞ്ഞം തന്നെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളാണ്. എത്രയോ സ്ഥലത്ത് നമ്മുടെ ഇവിടെ ഈ ജലവൈദ്യുതി പദ്ധതികൾ എത്രയോ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം തടയുന്നു. പിന്നൊന്ന് പരിസ്ഥിതി സംഘടനകള്, ഒപ്പം തന്നെ കുറെ പേരാണ് മനുഷ്യാവകാശ സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് വരും. തുമ്മുന്നതിനൊക്കെ കൊണ്ട് കോടതിയിൽ പോകും, സ്റ്റേ മേടിക്കും. ആ ഒരു നിയമം അവിടെ തടഞ്ഞു നിർത്തും. ഇന്നിപ്പോ അതൊന്നും ഇല്ല. ബഹുഭൂരിപക്ഷം ഇത് കണക്കുള്ള വ്യാജ പരിസ്ഥിതി സംഘടനകളെ, മനുഷ്യാവകാശ സംഘടനയൊക്കെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഫണ്ട് ഇപ്പൊ വരുന്നില്ല. അതുപോലെ തന്നെ മതപരിവർത്തനത്തിന് വരുന്ന ഫണ്ട് വേറെയുണ്ട്. അതും കൂട്ടിക്കെട്ടിയപ്പോഴാണ് ഇവിടെ കുറെ പേരൊക്കെ മോദിക്കെതിരെ തിരിഞ്ഞത്. ആ ഫണ്ട് അങ്ങ് നിന്നു. ഇപ്പോ ഈ ഫണ്ട് അപ്പൊ സ്വാഭാവികമായി ചോദിക്കും, മോദിയല്ലേ ഭരിക്കുന്നത്, ഈ ഫണ്ട് വരുന്ന അറിയുന്നില്ലേ, ഈ തടയിടാൻ കഴിയുന്നില്ല എന്ന്. ഇത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് വരുന്ന ഫണ്ടല്ല. ഇത് പ്രോപ്പർ ലൈനുകളിൽ വരുന്ന ഫണ്ടല്ല. ഈ ഫണ്ട് മുടക്കുന്ന NGOകളെല്ലാം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റും നടത്തുന്ന സംഘടനകളാണ്. ആ സംഘടനകളെ ഇന്ത്യക്ക് മാത്രം നിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർ വേൾഡ് മുഴുവൻ വിവിധ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ചിലടത്ത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവർ മരുന്നും മറ്റും കൊടുത്തുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഓഫീസും മറ്റുമുള്ള NGOകളാണ് ഇവര്. അപ്പൊ ഇവരെ പെട്ടെന്ന് തടയിടാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഈ നൽകുന്ന ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതീവ രഹസ്യമായി പണമായിട്ടല്ല ഇവർക്കാർക്കും നൽകുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും രാജ്യവിരുദ്ധ വാർത്തകൾ ചമയ്ക്കുന്നതിനും വേണ്ടിയിട്ട് നൽകുന്ന ഫണ്ടുകൾ ഒന്നൊക്കെ ആണെങ്കിൽ വൈറ്റ് മണി ആയിട്ടല്ല കൊടുക്കുന്നത്. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ഉല്ലാസയാത്ര, അതുപോലെ തന്നെ ആഡംബര വീടുകൾ ഗിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, വാഹനങ്ങൾ ഗിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ അനവധി കാര്യങ്ങളാണ്. അതായത് തൂണ് പോലെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം കഴിഞ്ഞ വർഷം മുളച്ചു പൊന്തിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് ചെയ്തത്. നമ്മളെ കണക്ക് കുറെ വലതുപക്ഷ മാധ്യമങ്ങൾക്കെല്ലാം റീച്ച് കുറവായിരുന്നു, ഡൗൺ ആയിരുന്നു. അന്ന് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്, പിന്നീടും ചർച്ച ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അമിത്ഷാ ആദ്യം പറഞ്ഞത്, തിരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് ഉറപ്പായും ഇത് അന്വേഷിക്കും, കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആ ഫണ്ട് വരുന്നില്ല. ആ ഫണ്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ ഇപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം ഇതിന്റെ അന്വേഷണം വരുന്നു എന്നുള്ള കാര്യമാണ്. കാരണം ഫണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പുട്ടടി തീർന്നു. എന്തായാലും ട്രംപിന് അധികാരത്തിൽ നിന്ന് പോകുന്ന ആ 4 വർഷത്തേക്ക് ഇനി പുട്ടടി എന്ന് പറഞ്ഞൊരു സാധനം ഇനി നടക്കില്ല. ഇനി അത് മേടിച്ചിട്ട് ഇനി വാർത്ത എഴുതാൻ നടക്കില്ല. അതല്ല അവരെ വിഷമിപ്പിക്കുന്ന സാധനം. ഇതിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഹരീഷ് സാൽവെ പോലെയുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അന്വേഷണം ആരംഭിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അന്വേഷണം തന്നെ പലരുടെയും കള്ളി വെളിച്ചത്താകും. ആരൊക്കെയാണ് ഇത് വാങ്ങിയെന്നുള്ള കാര്യം വെളിച്ചത്താകും. ഇന്നലെ തന്നെ ബിജെപിയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും ആരൊക്കെയാണ് ഇത് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോഴും ഇവരുടെ വെപ്രാളം ഇതാണ്. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഒരു വലിയ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഇന്ത്യക്ക് നൽകിയ ഫണ്ട് അമേരിക്ക വെട്ടിക്കുറച്ചു. ഇത് ഇന്ത്യക്ക് നൽകിയ ഫണ്ടല്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകര് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം. ഇത് ഇന്ത്യ രാജ്യവുമായി യാതൊരു യുവമാർക്ക് എത്ര നാണം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യുവമാർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും യുവമാരുടെ ഓൺലൈൻ മീഡിയകളിലെല്ലാം വാർത്തകൾ കൊടുക്കുന്നതും സാറ്റലൈറ്റ് മീഡിയകളിൽ വാർത്ത കൊടുക്കുന്നതും മോദിക്ക് തിരിച്ചടി. ഇന്ത്യക്ക് കൊടുത്ത ഫണ്ട് ട്രംപ് വെട്ടിക്കുറച്ചു. മോദി അമേരിക്കയിൽ ചെന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഇന്ത്യക്ക്, അപ്പൊ ഞാൻ ആലോചിച്ചു, ഇന്ത്യക്ക് അമേരിക്ക USA കൊടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ രാജ്യത്തിനുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ പിൻവാതിലൂടെ വാങ്ങിച്ച് പുട്ടടിച്ചിട്ട് ആ പുട്ടടി പുറത്തു വരുമ്പോ ഉടനെ പറയുകയാണ് ഇത് ഇന്ത്യക്ക് കൊടുത്ത ഫണ്ടാണെന്ന്. ഇന്ത്യക്ക് എങ്ങനെ കൊടുക്കേണ്ട ഫണ്ട്? അത് ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് ഞങ്ങൾ എന്തിനാ പൈസ കൊടുക്കേണ്ടത്? ഇന്ത്യക്ക് അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. പിന്നെ താരിഫ് കിങ് എന്നാണ് ട്രംപ് ഇന്ത്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം താരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യയെ ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് പോലും സാധിക്കുന്നില്ല എന്ന് ട്രംപ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ അഡ്മിറ്റ് ചെയ്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഇവന്മാർ ഇവിടെ കിടന്ന് വാർത്ത അടിക്കുന്നത് ഇന്ത്യക്ക് കൊടുത്ത ഫണ്ടെന്ന്. എല്ലാ വാർത്തകളും ഇവർ അടിക്കുന്നത് പോലെ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ കൈവലം കണിഞ്ഞു കൊണ്ടുവരുന്ന ആൾക്കാരുടെ വാർത്തകൾ ഇവർ കൊടുത്തല്ലോ, അതിവിടെ ആൾക്കാർ കുറെ പേര് വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ് പ്രൊപ്പഗൻഡ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇപ്പൊ
നമ്മൾ എത്രയൊക്കെ സത്യം പറഞ്ഞാലും അവർ പറയും ഇല്ല ഇന്ദിരാഗാന്ധിയാണ് മറ്റതാണ് മറിച്ചതാണ്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പൊ മോദി തകർന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും തലേ കയറില്ല. അതായത് ഉറങ്ങുന്നവനെ ഉണർത്താൻ സാധിക്കും, ഉറക്കം നടിക്കുന്നവനെ പറ്റില്ലല്ലോ. അപ്പൊ കൈവലങ്ങ് അണിഞ്ഞുകൊണ്ട് വരുന്നവനോട് ആ സമയം തന്നെ നമ്മൾ ചോദിച്ചാണ്, നിന്റെ വീട്ടിൽ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് അവന് 2 ഇടിയും കൊടുത്ത് അവനെ കയ്യിൽ ഒരു വിലങ്ങും അണിയിച്ച് പുറത്ത് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ നീ അവനെ നിന്റെ റോൾസ് റോയ്സ് കൊണ്ടിറക്കുമോ? അത് അതിന് മറുപടിയില്ല. അതുപോലത്തെ ഒരു വാർത്തയായിട്ട് ഇത് മങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എത്രയൊക്കെ ഇന്ത്യക്ക് കൊടുത്ത ഫണ്ടാണെന്ന് പറഞ്ഞാലും ട്രംപിനെതിരെ പറഞ്ഞാലും ഇപ്പൊ ഇന്ത്യ സ്നേഹം വലുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് കൊടുത്ത ഫണ്ട് ട്രംപ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ചേട്ടാ ഇവർക്ക് എന്ത് പറ്റിയത്? ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നു, ഇന്ത്യക്ക് ഫണ്ട് തരുന്നില്ല എന്ന് പറയുന്നു, ഇവർക്ക് ഇത് എന്താണ് പറ്റിയത് എന്നിങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള കളികളെല്ലാം യഥാർത്ഥത്തില് നമ്മൾ തന്നെ പറഞ്ഞതുപോലെ USAID, CIA ഞാനേ ഇത് കുറച്ച് ലളിതമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിലെ ഒരു പാർലമെന്റില് ശരാശരി ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുടക്കുന്നത്, ഈ വർഷമല്ല, ഞാനിത് ഇപ്പൊ 2024 നമ്മുടെ ലാസ്റ്റ് ലോക്സഭ കഴിഞ്ഞത്, അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അന്ന് പുറത്തു വന്ന വാർത്തകളായിരുന്നു. ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ BJPയുടെയോ ആരായാലും ആ സ്ഥാനാർത്ഥി പ്രചരണത്തിനായി മുടക്കുന്നത് 20 കോടി രൂപയാണ് ശരാശരി ഒരു മണ്ഡലത്തിൽ. അത് ചിലപ്പോൾ 50 കോടി വരെ എത്തും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി, അതായത് CPM സ്ഥാനാർത്ഥി ആയാലും കോൺഗ്രസിന്റെ ആയാലും, മൂന്നും കൂടെ അല്ല, ഒരു സ്ഥാനാർത്ഥി മുടക്കുന്നു. അപ്പൊ 3 സ്ഥാനാർത്ഥി കൂടി ശരാശരി 60 കോടി രൂപ മിനിമവും 150 കോടി രൂപ ഹൈയുമാണ് ഒരു മണ്ഡലത്തിൽ മുടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് ഇന്ത്യ മഹാരാജ് 140 കോടി പേരെയും ബൂത്തിലെത്തിക്കാനാണ് ഈ അമേരിക്ക 182 കോടി കൊടുക്കുന്നത്. ഇവിടെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾ കൂടെ തെരഞ്ഞെടുപ്പ് സമയത്ത് മുടക്കുന്നത് 150 കോടിയാണ് മാക്സിമം. അങ്ങനെ നമുക്ക് എത്ര മണ്ഡലമുണ്ട്? 20 മണ്ഡലമുണ്ട്. 20 മണ്ഡലം ഇൻറ്റു 150 എത്രയായി? അല്ലെങ്കിൽ 20 മണ്ഡലം ഇൻറ്റു 50 എത്രയായി? അപ്പൊ തന്നെ കോടികൾ എത്രയായി? 1000 കോടി ഇല്ലേ? അപ്പം അവിടെയാണ് അപ്പം ഇത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഫണ്ടല്ല. കാരണം ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഫണ്ട് നമ്മുടെ രാജ്യം കണ്ടെത്തി വെക്കുകയും ഈ ഇലക്ഷൻ ആവശ്യങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അടക്കമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ രാജ്യമാണ്. അതിന്റെ ചെലവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ബില്ല് ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്നത്. ഒറ്റയടിക്ക് നടന്നാൽ ചെലവ് കുറഞ്ഞു കിട്ടും. ഇതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികള് അവര് വലിയ രീതിയിൽ തന്നെ പ്രചരണമൊക്കെ എന്ത് നടത്തുന്നു? വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ തന്നെയാണ്. അല്ലാതെ അമേരിക്കയുടെ 182 കോടി രൂപ മേടിച്ചിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത എഴുതി പിടിപ്പിച്ചിട്ടാണോ ഇവരെല്ലാം ഇവിടെ എത്തുന്നത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇത് ഇന്ത്യക്ക് തന്ന ഫണ്ടല്ല, നമ്മുടെ രാജ്യവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കൻ USAID ഫണ്ട് ഇവിടെത്തുന്നു. ആ ഫണ്ട് ഇവിടെ വിവിധ NGOകൾക്ക് നൽകപ്പെടുന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വളരെ കാലമായി തുടങ്ങിയതാണ്. മോദി സർക്കാർ കയറിയതിനു ശേഷം ഏതാണ്ട് 10-15,000-ഓളം NGOകൾ കൂട്ടിക്കെട്ടിയായിരുന്നു. കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് അതിന്റെ ഒരു വലിയ ചൊറിച്ചിലൂടെ കുറെ നാളായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബാക്കി ഫണ്ട് കൂടെ നിർത്തുന്നു. അത് നമ്മളായിട്ട് നിർത്തുന്നതല്ല, സ്വാഭാവികമായിട്ട് അമേരിക്ക തന്നെ നിർത്തുകയാണ്, ഞങ്ങൾ കൊടുക്കുന്നത് നിർത്തുകയാണ്. ശരിക്കും ഇപ്പൊ ട്രംപ് പറഞ്ഞതാണ് ശരി. ഈ 182 കോടി ഇന്ത്യൻ റുപ്പീസ് ഞങ്ങൾ എന്തിനാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് കൊടുക്കുന്നതെന്ന്. കാരണം ഈ അമേരിക്കയിൽ നിന്ന് ഉള്ള സാധനങ്ങൾ ഇറക്കുന്നതിന്റെ ചുങ്കം തന്നെ നമ്മൾ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന രാജ്യമാണ്. ഇവിടെയാണ് ഇവർ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ള ഫണ്ട് നിർത്തിയെന്ന്. ഇന്റർന്യൂസ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന് ഒരു ലോകമെമ്പാടും $500 ബില്യൺ ആണ്. അല്ല, ഇന്റർന്യൂസ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള നെറ്റ്വർക്കാണ്. $500 ബില്യൺ ആണ് കൊടുത്തിരിക്കുന്നത്. 4291 മീഡിയ ഇന്റർന്യൂസിൽ ലോകമെമ്പാടും ഇവർക്ക് ഉള്ളതിൽ ഇന്ത്യയിൽ മാത്രം 100 മീഡിയാസ് ഇവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മീഡിയ ലിറ്ററസി ഇത് വെച്ച് ഇവർ മീഡിയ ലിറ്ററസി പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു. ഇവര് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ് ഉള്ള മീഡിയ പേഴ്സണാലിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും. ഈ മീഡിയ ലിറ്ററസി പ്രോഗ്രാംസിലൊക്കെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അറിയാമല്ലോ. ഇന്ത്യ വിരുദ്ധതയാണ് അവിടെ അവർ പറഞ്ഞു പരത്തുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെയും ഈ മറ്റേ ഹമാസോളികളെയും കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവര് രാജ്യത്തിനെതിരെയുള്ള പ്രൊപ്പഗാൻഡ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിടുകയാണ്. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ആടി കൊടുത്ത് ഷെഡ് കയറ്റേണ്ട സമയം കഴിഞ്ഞെന്നുള്ളതാണ്. അത് യാതൊരുവിധ മറ്റേ മാധ്യമധർമ്മത്തെ ഹനിക്കുകയാണ് മറ്റതും മറിച്ചതും ഒന്നും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൂ, സത്യമായിട്ട്. അല്ല ധനുഷ, ഇത് നമ്മളെ കണക്ക് കുറെ പേര് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുറെ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവന്മാരുടെ കള്ളം ഇപ്പൊ പഴയ കണക്ക് വെച്ചു പിടിക്കാത്തത്. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ വാർത്തയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സഖാക്കളൊക്കെ ഇട്ട് മെഴുകിയാണ്. ഇന്ത്യയുടെ ഫണ്ട് കണ്ടില്ലേ, മൈ ഫ്രണ്ട് ഇന്ത്യയുടെ ഫണ്ട് കട്ട് ചെയ്തു. ഇപ്പൊ എന്താ മിണ്ടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് മേടിച്ച് കുട്ടിടിച്ച പൈസ ഇപ്പൊ നിന്നു. ഇനി അതിന്റെ അന്വേഷണം വരുന്നു, പേര് വിവരം പുറത്തു വരും. അതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ മെനങ്ങാന്നൊരു വാർത്ത വന്നല്ലോ, അതായത് മറ്റേ മാധ്യമങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിട്ട് മറ്റേ വിഘടൻ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് അതൊരു ഭയങ്കര
സ്പെക്ടാക്കുലർ മൂവ് ആയിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം നരേന്ദ്രമോദി ട്രംപിന്റെ അടുത്ത് നിന്ന് ചെന്നിട്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ ചങ്ങലയിട്ട് ഇരിക്കുന്ന ഒരു ഇത് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, വികടൻ. ആ സമയത്ത് അണ്ണാമലയുടെ ഒരു നല്ല മൂവ് ആയിരുന്നു. നേരെ എൽമുരുകനെ കോൺടാക്ട് ചെയ്തു, കൃത്യമായിട്ടുള്ള ഇതിനകത്തുള്ള നിയമപരമായിട്ടുള്ള വശങ്ങൾ കണ്ടെത്തി ആ നിരോധിച്ചു എന്നുള്ളതാണ്. കാരണം അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യക്കെതിരെ ചിലക്കാനായിട്ട് നമുക്കെതിരെയുള്ള ഫണ്ട് വാങ്ങിച്ച് തിന്നിട്ട് ഇതുപോലുള്ള പ്രൊപ്പഗാൻഡകളൊക്കെ പടച്ചു വിടുമ്പോൾ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞേട്ടാ അതിമാരക പ്രഹരശേഷിയാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ. കേന്ദ്രം വേണ്ട, നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ് ആണ് പവർ. ഇന്ത്യയുടെ ഭരണാധികാരിയുടെ കയ്യിൽ ഇരിക്കുന്ന പവർ എന്ന് പറയുന്നത് അതെല്ലാം കൂടെ ഒരൊറ്റ വ്യക്തിയുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ കയ്യിൽ ആ പവറിന്റെ ചെറിയൊരു അംശം എടുത്ത് യവന്മാർക്ക് നേരെ വീശിയാൽ മാത്രം മതി, ഒരു ഭസ്മമായി പോകും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ല, ഏറ്റവും വലിയ രസം എന്ന് വെച്ചാല് ഈ വികടന്റെ ഇത് നിരോധിച്ചപ്പോഴത്തേനും ചില ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രൊഫൈലിൽ മാത്രമേ അത് വന്നുള്ളൂ. ഇടതുപക്ഷം പറഞ്ഞില്ല. കാരണം വെച്ചാല് പിണറായി ഭരിക്കുമ്പോ ഈ സർക്കാരിനെതിരെ വാർത്ത എഴുതിയതിന്റെ പേരിൽ മറുനാടൻ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ കയറി നടത്തിയ അതിക്രമം നമ്മൾ കണ്ടതാണ്. വികടന്റെ അവിടെ ഇവിടെ അതിക്രമം ഒന്നും നടന്നിട്ടില്ല. പകരം അത് നിരോധിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് എന്തേ തമിഴ്നാട് കത്തും പിടിക്കുമെന്ന് ഉദയൻ സ്റ്റാലിൻ ഇവിടെ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കത്തും 1000 പേരോളം ഞങ്ങൾക്ക് ആയിരക്കണക്കിന് പേര് മരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരു ചുക്കും സംഭവിച്ചില്ല. കട്ട് ചെയ്ത് തന്നെ. ഇത് ചർച്ച ചെയ്ത് കേരളത്തിൽ ഞാൻ കണ്ടത് നമ്മുടെ മൗദൂദി ചാനൽ മാത്രമാണ് ചർച്ച ചെയ്തത്. കാരണം അവർക്ക് പിന്നെ എല്ലാത്തിന്റെ കുതിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഫണ്ടിന്റെ കാര്യം, അമേരിക്കൻ ഫണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇന്ത്യ വിരുദ്ധ വാർത്തകളില്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകളിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന വാർത്തകൾ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാവർക്കും കിട്ടിയാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതിന് ഇവരുടെ വെപ്രാളം വേറെ ഒന്നുമില്ല. ഫണ്ട് നിർത്തിയതിലൊരു വെപ്രാളം ഇവർക്കുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് പൈസ കിട്ടത്തില്ല. രണ്ടാമത്തെ ഇവരുടെ വെപ്രാളം പേര് വിവരം പുറത്ത് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഇത് ഇന്ത്യയുമായി ബന്ധമില്ല. ഇന്ത്യക്ക് നൽകുന്ന ഫണ്ടല്ല, അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന സഹായമല്ല. നിലവിലത്തെ സാഹചര്യം 182 കോടി ഫണ്ട് അമേരിക്കയുടെ വാങ്ങിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ ഇതിൽ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് ഒരു വർഷം എന്ന് കൂടി അറിയണം. ഇതാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് അറിയേണ്ടത്. അതുകൊണ്ട് ഈ കള്ള നാണയങ്ങൾ തിരിച്ചറിയാതെ കള്ളത്തരം പറഞ്ഞ് അധികം നാൾ മുമ്പോട്ട് പോകാൻ കഴിയും. പേര് വിവരങ്ങൾ പുറത്തു വരും. നമ്മൾ മുമ്പ് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, പേര് വിവരങ്ങൾ വരുമ്പോൾ ഒരു മടിയും കൂടാതെ പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ അറിയിക്കുന്നുണ്ടോ. അതെ, പല പേരുകളും ഇപ്പം പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്ത് വിടാത്തത് ഒഫീഷ്യലായിട്ട് അത് വരട്ടെ. ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ പേര് വിവരങ്ങളൊക്കെ പുറത്തു വിടുകയുള്ളൂ. പല ആൾക്കാർ ഈ മാധ്യമമാണ് ആ മാധ്യമമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാധ്യമങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ മാത്രമേ നിഷേധിക്കാനില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. അതെ, അംഗീകരിക്കുന്നില്ല. അത് കൃത്യമായിട്ട് കേന്ദ്രം എപ്പോഴാണോ അതിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുവരെ നമ്മൾ എത്തി. ഇനി അന്വേഷണം പ്രഖ്യാപിച്ച് ഈ മാധ്യമങ്ങളെല്ലാം പൊതുജന സമക്ഷത്തിൽ കൊണ്ടുവന്ന് തൊലി ഉരിക്കുന്ന ആ സമയത്ത് നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു വിജയ. Thank you so much.